നമസ്കാരം. മൂന്നാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഭാവം പറഞ്ഞത്. അപ്പം മൂന്നാം ഭാവം പൊതുവെ സഹോദര ഭാവമാണ്. അപ്പം നമുക്ക് ഇന്നും സഹോദര ബന്ധങ്ങളും കൂടപ്പിറപ്പുകളുമായിട്ടുള്ള ഒരു അടുപ്പവും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഇതിലൂടെയാണ് പോകുന്നത്. അത് നല്ലത് തന്നെയാണ്. അത് അവരൊക്കെ ഉള്ളത് നമുക്ക് സഹോദരങ്ങളൊക്കെ ഉള്ളതും ഒക്കെ ഗുണമായിട്ട് വരുന്നതും വളരെ ഐശ്വര്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, എന്ത് സംഭവിച്ചാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സഹോദരങ്ങളെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബലമാണ്. അപ്പോൾ ഇവിടെ സഹോദര ഗുണം എങ്ങനെയൊക്കെ ഉണ്ടാവാം, സഹോദരനെ കൊണ്ട് ദോഷങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവാം, ഈ മൂന്നാം ഭാവം മാത്രമാണോ സഹോദരങ്ങളെ ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ അതിനുവേണ്ടി എടുക്കുന്ന ജാതക പാരിജാതകം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലെ കുറച്ച് ശ്ലോകങ്ങളാണ്. നമുക്ക് കുറച്ച് അത് നോക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പം മൂന്നാം ഭാവത്തെക്കുറിച്ചും ജാതകപരിജാതം പറയുന്ന ഒരു ശ്ലോകം ഞാൻ വായിക്കാം. ജ്യേഷ്ഠാനുജസ്ഥിതി പരാക്രമ സാഹസാനി കർണജ്വരശ്രുതി വരാഭരണാംശുഖാനി ധൈര്യേന്ദു വീര്യബലമൂലഫലാശാനാനി വക്ഷ്യേ തൃതീയ ഭവനാൽ ക്രമശോഖിലാനി. എന്നുവെച്ചാൽ ജ്യേഷ്ഠാനുജസ്ഥിതി, ജ്യേഷ്ഠൻ അനുജൻ, പൊതുവെ 11ാം ഭാവമാണ് മൂത്ത സഹോദരൻ, ഇളയ സഹോദരനാണ് മൂന്നെന്നൊക്കെ പറയുമെങ്കിലും ജാതപരിജാതത്തിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ആചാര്യൻ പറയുന്നത്. ജ്യേഷ്ഠൻ അനുജൻ, സ്ഥിതി, പരാക്രമം, സാഹസങ്ങള്, കർണജ്വരം എന്ന് പറഞ്ഞാൽ ചെവി രോഗങ്ങൾ, ചെവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കേൾവി ശക്തിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രം, ധൈര്യം, വീര്യം, ബലം, കായ്ക്കിഴങ്ങുകൾ മുതലായവയും ഭക്ഷണം മുതലായവയും മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അപ്പോൾ സഹോദരങ്ങൾ, ഈ ചെവിക്കൊക്കെ പ്രശ്നം വരുന്നവർക്ക് മൂന്നാം ഭാവത്തിനോ ഭാവാധിപനോ എന്തെങ്കിലും ഒരു കേടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൊടുത്തിട്ടും സഹോദരങ്ങളിൽ നിന്ന് തിരിച്ച് ആ ഒരു സ്നേഹമോ സപ്പോർട്ടോ വരുന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, മൂന്നാം ഭാവാധിപനായ ഗ്രഹം നീചനോ മൂന്നാം ഭാവത്തിൽ ഒരു നീചഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബലം ഇപ്പോൾ ഒരു കാര്യം ഉണ്ടാവും. അതിൻ്റെ ദശാവഹാര കാലങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് കൃത്യമായിട്ട് വരികയും ചെയ്യും. അപ്പം അതുപോലെ തന്നെ സഹോദരന്മാരെ എങ്ങനെയൊക്കെ ചിന്തിക്കാം, ഏതൊക്കെ ഭാവങ്ങൾ കൊണ്ട് ചിന്തിക്കാം എന്നുള്ളത് സാധാരണ ഗ്രന്ഥങ്ങളിൽ പറയാത്ത ഒരു കാര്യം ഇത് പറയുന്നുണ്ട്. ഇത് പലയിടത്തും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ സഹോദരൻ മൂന്നാം ഭാവം, രണ്ടാമത്തെ സഹോദരൻ 7ാം ഭാവം, അല്ലെങ്കിൽ ഏറ്റവും ഇളയ സഹോദരൻ മൂന്നാം ഭാവമാണ്, അതിന് മൂത്തത് 7ാം ഭാവം കൊണ്ടും അതിന് മൂത്തത് 9ാം ഭാവമാണ്, ഏറ്റവും മുതിർന്നത് എന്ന് പറയുന്നത് 11ാം ഭാവം കൊണ്ടാണെന്നും ഒക്കെയുള്ള പല അഭിപ്രായങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആ അഭിപ്രായങ്ങൾക്കൊക്കെ ബേസായിട്ട് വന്നത് ജാതക പരിജാതകത്തിലെ ഈ ശ്ലോകമാണ്. ഭ്രാതൃസ്ഥാനം തൃതീയഞ്ച നവൈകാദശ സപ്തമം തതീശ ദശായാന്തു ഭ്രാതൃലാഭേ ഭവേന്ദ്രണാം. അതായത് 3, 7, 9 ഭ്രാതൃസ്ഥാനം തൃതീയഞ്ച, അതായത് മൂന്നാം ഭാവം, 7ാം ഭാവം, 9ാം ഭാവം, 11ാം ഭാവം എന്നീ ഭാവങ്ങളെ കൊണ്ടെല്ലാം സഹോദരങ്ങളെ ചിന്തിക്കാം. തദീശ ദശായാന്തു, ഈ ഭാവാധിപന്മാരുടെ ഈ ഭാവാധിപന്മാരുടെ കാലങ്ങളിൽ സഹോദരങ്ങളുടെ ലാഭമുണ്ടാവും, അല്ലെങ്കിൽ സഹോദരങ്ങളെ കൊണ്ട് ഗുണമുണ്ടാവും എന്നാണ്. പണ്ട് കാലങ്ങളിൽ 5, 6 മക്കളൊക്കെ അല്ലേ. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നിരിക്കും ഈ ശ്ലോകങ്ങളൊക്കെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പം 2 സഹോദരന്മാരുണ്ടായാൽ തന്നെ, അല്ലെങ്കിൽ ഒരു സഹോദരനെങ്കിലും ഉണ്ടായാൽ തന്നെ വലിയ ഭാഗ്യം. പ്രത്യേകിച്ച് ഹിന്ദു കുടുംബങ്ങളിൽ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ ഒരു കുഞ്ഞാണ്. ഒന്നിൽ കൂടുതലുണ്ടായാൽ എന്തോ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് മാക്സിമം 2, അതിൽ കൂടുതലില്ല ഹിന്ദുക്കളുടെ ഇടയിൽ. അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശ്ലോകങ്ങൾ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പൊതുവെ ജ്യേഷ്ഠൻ, അനുജൻ, സ്ഥിതി, പരാക്രമം, സാഹസങ്ങൾ, ചെവിരോഗം, കേൾവി, ആഭരണം, വസ്ത്രം, ധൈര്യം, വീര്യം, ബലം, കായ്കിഴങ്ങുകൾ മുതലായവയും ഭക്ഷണം എന്നിവയും മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 3, 7, 9, 11 എന്നീ ഭാവങ്ങളെ കൊണ്ടും എല്ലാം സഹോദരങ്ങളെ കൊണ്ട് ചിന്തിക്കാം. അതാത് ദശാകാലങ്ങളിൽ അവരെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും വരികയും ചെയ്യും എന്നും പറഞ്ഞു. ഇനിയും സഹോദരൻ ശത്രുവാകുന്നതിൻ്റെ ഒരു ഫലം നമുക്ക് നോക്കാം. 3ാം ഭാവാധിപൻ 6ാം ഭാവാധിപനോട് ചേർന്ന് 6ലിരുന്നാൽ അവരുടെ ദശ അപഹാര കാലങ്ങളിൽ സഹോദരനുമായിട്ട് ശത്രുതയുണ്ടാവാം, വഴക്കുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം
എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചെവി രോഗം, ശത്രുവിൽ നിന്ന് പരാജയം ഇവയൊക്കെ വരാൻ 3-ാം ഭാവാധിപതി 8-ലും 8-ാം ഭാവാധിപതിയോടൊപ്പം നിൽക്കുകയും ചെയ്താൽ ചെവി രോഗങ്ങൾക്ക് സാധ്യത, ബധിരത ഇവയും, ശത്രുവിൽ നിന്ന് ദുഃഖം അനുഭവിക്കാനും സഹോദരങ്ങൾ തമ്മിൽ ശത്രുവാവാനുമുള്ള സാധ്യതയും ഉണ്ട്. ഇനി സഹോദരങ്ങൾക്കും പിതാവിനും ഗുണം കിട്ടുന്നൊരു ജാതകമാണോ ഈ വ്യക്തിയുടേത് എന്ന് ചോദിച്ചാൽ, 3-ാം ഭാവാധിപതി 9-ാം ഭാവാധിപനോട് ചേർന്നാൽ സഹോദരനും അച്ഛനും ഗുണഫലമുണ്ടാവും എന്ന് പറയുന്നു. 9-ാം ഭാവത്തിൽ ബലക്കുറവുണ്ടെങ്കിൽ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഗുണമുണ്ടാവും, ഗുണം കൊടുക്കുകയും ചെയ്യും, പക്ഷേ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. 3-ാം ഭാവാധിപതിയോടുകൂടി രവിയോ 9-ാം ഭാവാധിപനോ യോഗം ചെയ്താൽ പൊതുവെ ഈ ജാതകനിൽ നിന്നും അച്ഛനും ഗുണമുണ്ടാവും എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ 3-ാം ഭാവാധിപതിയോടുകൂടി കുജന്റെ ദൃഷ്ടിയോ യോഗമോ, കാരകന്റെ ദൃഷ്ടിയും യോഗവും വരികയൊക്കെ ചെയ്താൽ സഹോദരങ്ങൾക്കും ഗുണമുണ്ടാകും, പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഇനി അടുത്തത് സഹോദര നാശയോഗം. സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? 3-ാം ഭാവാധിപതി 2-ാം ഭാവാധിപതിയോട് ചേർന്നാൽ സഹോദര നാശം ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാവത്തിന്റെ 12-ാം ഭാവം എന്ന് പറയുന്ന ആ ഭാവത്തെ നശിപ്പിക്കുന്നതാണ്. അപ്പൊ 3-ാം ഭാവത്തിന്റെ 12-ാം ഭാവം ഏതാ? 2-ാം ഭാവം. അപ്പൊ 2-ാം ഭാവത്തിൽ 3-ാം ഭാവാധിപതി നിൽക്കുന്നത് ഭാവത്തിന്റെ 12-ലാണ്. പൊതുവേ സഹോദരമായിട്ടുള്ളൊരു ക്ലാഷിനുള്ള ഈഗോ ക്ലാഷിനുള്ള ഒരു ഏരിയ ആണത് കേട്ടോ. എന്നാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതുമാണ്. അതുപോലെ തന്നെ 3-ാം ഭാവാധിപതിയും 4-ാം ഭാവാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് 6-8-12 പോയാൽ സഹോദരങ്ങളുമായിട്ടും അമ്മയുമായിട്ടുമൊക്കെ അനിഷ്ടങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം. ഭാവങ്ങൾക്കും അധിപതിക്കും ദോഷമുണ്ടാവാതിരിക്കുകയും അവർ സ്വന്തം നക്ഷത്രത്തിലൊക്കെ നിൽക്കുകയും ചെയ്താൽ അതിൻ്റെ ദോഷത്തിൻ്റെ ആധിക്യം കുറഞ്ഞു വരും, ഡോസ് കുറഞ്ഞു വരും എന്നുള്ളത് ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ 3-ാം ഭാവാധിപതി 10-ാം ഭാവാധിപതിയോട് കൂടിയിരുന്നാൽ തൻ്റെ ജോലിക്കും ദൈനംദിന കാര്യങ്ങൾക്കും തടസ്സവും, സഹോദരൻ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന നിമിത്തം പേരുദോഷവും, അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ടുള്ള ദുഃഖവും ഉണ്ടാവാനുള്ള തൻ്റെ പെങ്ങളെ ഇങ്ങനെയാണ്, തൻ്റെ അനിയൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പം വളരെ ബഹുമാനം കിട്ടേണ്ട ഒരു പൊസിഷനിൽ ഇവർ കാരണം തല കുനിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരികയും ചെയ്യും. 3-ാം ഭാവാധിപതി ബലം കുറഞ്ഞ് 12-ാം ഭാവാധിപതിയോട് യോഗം ചെയ്തിരുന്നാൽ തൊട്ടു താഴെയുള്ള സഹോദരങ്ങൾക്ക് ദുഃഖമാണ്. അതുപോലെ തന്നെ ജാതകന് ശത്രുദോഷം, ചെവിരോഗം, കടം, മാനസിക അസുഖങ്ങൾ ഇവയും വരാനുള്ള സാധ്യതയുണ്ട്. 3-ാം ഭാവാധിപതി ബലം കുറഞ്ഞ് 12-ാം ഭാവാധിപതിയോടോ അല്ലെങ്കിൽ 6-8-12 ഭാവാധിപതിയോടോ യോഗം ചെയ്താൽ ഈ പ്രശ്നം വരും. അതുപോലെ തന്നെ 3-ാം ഭാവാധിപനും കുജനും പാവദൃഷ്ടിയോടുകൂടി 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്താലും പാപദൃഷ്ടനായ കുജൻ 3-ൽ നിന്നാലും പാപഗ്രഹങ്ങളാൽ വീക്ഷിക്കപ്പെട്ട് 3-ൽ നിന്നാലും രാഹുദൃഷ്ടരായി ശനിയും കുജനും ശുക്രനും കൂടി 3-ാം ഭാവത്തിൽ നിന്നാലും രാഹുവിൻ്റെ യോഗത്തോടുകൂടി ശനിയും കുജനും ശുക്രനും കൂടി 3-ൽ നിന്നാൽ പൊതുവേ 3-ലെ രാഹു അത്ര നല്ലതല്ല. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിരിക്കുന്ന ശുക്രനും കൂടെ 3-ൽ പോവുക, പിന്നെ കുജനും കൂടി 3-ൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ ഒരു ഏരിയക്ക് അത്ര നല്ലതല്ല, ആ ഒരു ഗുണമല്ല. നീചം പ്രാപിച്ച കുജൻ ബലവാനായ ശനിയും 3-ാം ഭാവത്തെ വീക്ഷിച്ചാലും സഹോദരനാശത്തെ പറയണം. നീചം പ്രാപിച്ച കുജൻ ബലവാനായ ശനിയും 3-ാം ഭാവത്തെ വീക്ഷിച്ചാലും സഹോദരനാശത്തെ പറയണം. ഇപ്പം കുജൻ പാപനാണ്, ഒരിടത്ത് പാപന്റെ വീക്ഷണം അത്ര നല്ലതല്ലെങ്കിൽ 3-ാം ഭാവത്തിന്റെ കാരകനാണ്. കാരകൻ 3-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നീചം പ്രാപിച്ച കുജൻ നീചം പ്രാപിക്കണേ എവിടെ പോകണം? വ്യാഴത്തിന് ഉച്ചം വരുന്ന സ്ഥലത്ത് പോകണം. ഏറ്റവും കൂടുതൽ ദൈവാധീനമുള്ളവരാണ് മിണ്ടാതിരിക്കുന്നത്, മൗനമായിട്ടിരിക്കുന്നത്, അഗ്രഷൻ ഇല്ലാത്തത്, എടുത്തിയാടാത്തത്, ഇടിക്കാത്തത്. അപ്പോൾ വ്യാഴം ഏറ്റവും കൂടുതൽ ബലപ്പെടുന്നത് ഇവിടെ കർക്കിടകത്തിൽ. അവിടെയാണ് ഏറ്റവും സ്വസ്ഥതയുള്ളിടത്താണ് കുജൻ നീചം വരുന്നത്. ഏറ്റവും സ്വസ്ഥത നശിക്കുന്നിടത്താണ് കുജൻ ഉച്ചം വരുന്നത്, അവിടെ വ്യാഴം നീചനാവും. അപ്പം കുജൻ നീചനായിക്കൊണ്ട് കർക്കിടകത്തിൽ നിന്നുകൊണ്ട് ബലവാനായ ശനിയും 3-ാം ഭാവത്തെ വീക്ഷിച്ചാൽ കർക്കിടകത്തിൽ നിന്നുകൊണ്ട് 3-ാം ഭാവത്തിലേക്ക്, ഇപ്പം 4, 7, 8 എന്നീ 3 ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്.
അപ്പം അങ്ങനെ ദൃഷ്ടി വീണാൽ, വിശേഷ ദൃഷ്ടി വീഴുമ്പം അതോടൊപ്പം തന്നെ ശനിയുടെ യോഗമോ ശനിയുടെ ദൃഷ്ടിയോ വന്നാൽ സഹോദര നാശത്തെ പറയണം. അതുപോലെ തന്നെ സഹോദരനിൽ നിന്ന് ഗുണം അനുഭവിക്കത്തില്ലയോ, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ വരാനോ സഹോദരങ്ങൾ ശത്രുവായി വരാനോ ഉള്ള സാധ്യത ഉണ്ടാവും എന്ന് പറയാം. അതുപോലെ തന്നെ 3-ാം ഭാവാധിപൻ രാഹുവിനോടോ കേതുവിനോടോ ചേർന്ന് അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുകയോ അവരുടെ നക്ഷത്രത്തിൽ നിൽക്കുകയോ കുജന് പാപയോഗം പാപവീക്ഷണം സിദ്ധിക്കുകയോ ചെയ്ത ജാതകന് ബാല്യത്തിൽ തന്നെ സഹോദരനാശം വരികയോ സഹോദരനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ ഈ 3-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കുജന്റെ നക്ഷത്രത്തിലാണെങ്കിൽ ഒരു ദേഷ്യ സ്വഭാവം, ഒരു വെളിവ് കുറവും ഉണ്ടാവും, ഒരു ഫാൻറ്റസി ലവറായിരിക്കും. ഈ ബുധനും രാഹുവുമായിട്ട് യോഗം ചെയ്താലും ഒരു ഫാൻറ്റസി ലവറാണ്, അതുകൊണ്ട് ഒരു തൃപ്തി ഉണ്ടാവില്ല. അതേസമയത്ത് കുജനും ശനി രാഹു ഇതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ 3-ാം ഭാവത്തിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വഴിയൊക്കെ വിളിച്ച് സംസാരിച്ച് കണ്ടിട്ടില്ലാത്തവരെയൊക്കെ പ്രണയിച്ചും പൈസയൊക്കെ തട്ടുന്ന അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളും അങ്ങനത്തെ ഉള്ള ക്രിമിനൽ ഇതൊക്കെ ശരിക്കും 3-ലെ രാഹു കുജ ശനി ബന്ധങ്ങൾക്കൊക്കെ വരാം. 3-ലെ രാഹു ബുധൻ ബന്ധത്തിനും അങ്ങനെയൊക്കെ വരാം. കമ്മ്യൂണിക്കേഷൻ ഫോണിലൂടെയൊക്കെയുള്ള സ്നേഹം. ഇന്നത്തെ കാലത്ത് ഈ രാഹു ബുധൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരി വരും ചില ന്യൂസുകൾ കാണുമ്പോൾ. പൊതുവേ ഞാനങ്ങനെ ന്യൂസ് കാണാറില്ല, എനിക്കങ്ങനെ അത്ര ഇഷ്ടമല്ല അങ്ങനെ കാണാൻ. എന്നാൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ കാണുന്ന ചില ന്യൂസുകൾ, അല്ലെങ്കിൽ നമ്മൾ ട്രോളുകളായിട്ട് വരുന്ന സോഷ്യൽ മീഡിയ ട്രോളുകളായിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ, ഇതെല്ലാം ഞാൻ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് ആയിട്ടാണ് നോക്കുന്നത്. ചിലയിടത്ത് നമ്മൾ കാണലില്ലേ, 21 വയസ്സുള്ള ആള് ഫോണിലൂടെ കണ്ട് പ്രേമിച്ച് ലാസ്റ്റ് കാമുകി ഒളിച്ചോടി വരുന്ന സമയത്ത്, കാമുകനെ കാണാൻ വരുന്ന സമയത്ത് 55 വയസ്സ്, തൻ്റെ അമ്മയെക്കാട്ടിലും മൂത്ത സ്ത്രീയോടാണ് ഇത്രയും കാലം സംസാരിച്ചെന്നൊക്കെയുള്ള തിരിച്ചറിവ്, പിന്നെ അത് കേസാവുന്നതും ഒക്കെ. അതൊക്കെ ഈ ഫാൻറ്റസി ക്രിയേറ്റ് ചെയ്യുന്നത്. ഫാൻറ്റസി എന്ന് പറയുന്നത് ഇല്ലാത്ത മിറാഷ് പോലെയാണത്. അത് രാഹുവാണ് പ്ലസ് ബുധൻ, ഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ ബുധനും ഈ ഫാൻറ്റസിയും കൂടെ ഉള്ള കോമ്പിനേഷൻസാണ്. ഒരുപാട് എണ്ണം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കേസുകളൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20 വയസ്സുള്ള പയ്യൻ 55 വയസ്സുള്ളവരെ സ്നേഹിച്ചു, അല്ലെങ്കിൽ 60 വയസ്സുള്ള ഒരാൾ ഫോണിലൂടെ സംസാരിച്ച് 19 വയസ്സുള്ള പെൺകുട്ടിയെ സ്നേഹിച്ചു. പെൺകുട്ടി ആദ്യമായിട്ട് വീടൊക്കെ ഉപേക്ഷിച്ച് പോയി ആദ്യമായിട്ട് കാണുമ്പോഴായിരിക്കും തൻ്റെ അച്ഛനെക്കാട്ടിലും പ്രായമുള്ള ആളാണ്. എനിക്കിനി ഒരു അച്ഛൻ്റെ വാത്സല്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കത് ന്യൂസ് ആകുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. വാസ്തവത്തിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബുധൻ സർപ്പ കോമ്പിനേഷൻസ് ആണ്. അതുപോലെ തന്നെ ശുക്ര ബുധ സർപ്പ കോമ്പിനേഷൻസ് ആണ്. ഇതെല്ലാം എടുത്തുചാട്ടം വരുന്ന 3-ാം ഭാവവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യം, വീര്യം, ദുർബുദ്ധി, പരാക്രമം, ഇതെല്ലാം 3-ാം ഭാവമാണ്. ഈ 4 കാര്യങ്ങൾ ഇത് എടുത്തുചാട്ടത്തിൻ്റെ ഭാഗവും ആണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഒരു സോഷ്യൽ സൈക്കോളജിയിലേക്കൂടെ നിങ്ങളുടെ ചിന്ത ഈ ഗ്രഹങ്ങളുടെ ഇത് വെച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും കൂടിയാണ്. അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും അന്വേഷിക്കുകയും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ഒക്കെ ചെയ്താൽ ബാക്കിയുള്ളവർക്കും കൂടി അത് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. 3-ാം ഭാവത്തെക്കുറിച്ച് ഞാൻ ഒരുപാടുണ്ട് കേട്ടോ. 3-ാം ഭാവത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ജാതക പരിജാതകത്തിലെ സഹോദരങ്ങളുടെ സംഖ്യ പറയുന്നതുണ്ട്, 3-ാം ഭാവത്തിൻ്റെ ദശാവഹാരങ്ങൾ പറയുന്നതുണ്ട്, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പറയുന്നതുണ്ട്, അതുപോലെ തന്നെ ഈ അനുജന്മാർ എന്തുകൊണ്ട് ഉണ്ടാവാതിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, ഇരട്ട പ്രസവിച്ച സഹോദരന്മാരുടെ ഇതിൽ ഒന്ന് ഗുണമാവുന്നത് ഒന്ന് ദോഷമാവുന്നതും പറയുന്നുണ്ട്, സഹോദരന്മാരിൽ നിന്നും ഗുണം കിട്ടായിക പറയുന്നുണ്ട്, അമ്മയ്ക്ക് ജനിച്ച സഹോദരങ്ങളല്ലാതെ ദത്ത് സഹോദരങ്ങളെ പറയുന്നതുണ്ട്, അതുപോലെ തന്നെ സഹോദര വൃദ്ധി പറയുന്നുണ്ട്. ഇങ്ങനെ ജാതകപരിജാതകത്തിൽ ഈ ഭാവം വിഷയങ്ങളിൽ അനവധി ശ്ലോകങ്ങളുണ്ട്. ജാതക വിശകലനം ചെയ്യുന്നവർ മേടിച്ച് വായിക്കേണ്ട ഒരു ഗ്രന്ഥവും കൂടിയാണ് കേട്ടോ ജാതകപരിജാതകം. ഒരുപാട് അറിവുകൾ അതിൽ നിന്ന് കിട്ടും. ജാതകം നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അറിവുകൾ കിട്ടും. എൻ്റെ ഒരു ബേസായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ഭാവവിശകലനത്തിൽ എൻ്റെ ഒരു ബേസിക്കായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് പ്രശ്ന വിഷയത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമാർഗവും അതുപോലുള്ള പല ഗ്രന്ഥങ്ങളും, ജാതക വിഷയത്തിലാണെങ്കിൽ ജാതകപരിജാതകത്തെയും പരാശരഹോരയും തൊടാതെ പോകരുത്. പ്രത്യേകിച്ച് പരാശരഹോര അല്ല വരാഹമിഹിറിൻ്റെ ഓരോക്കെ പഠിച്ചാലും അതിൻ്റെ സംജാധ്യായങ്ങൾ പഠിച്ചാലും ഈ ജാതകപരിജാതകം എപ്പോഴും നമുക്ക്
പുതിയ 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 ഒരുപാട് അറിവുകളും ഒരുപാട് അന്വേഷണങ്ങളും തരുന്നതാണ്. തുടക്കം എടുത്ത് നോക്കുമ്പോൾ ഇതിനും മാത്രം ഇത്രയും വേണോ, ഇത്രയൊക്കെ വേണമെന്ന് ചോദിക്കും. പക്ഷേ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജാതപരിജാതം എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്ക് ഒരുപാട് വെളിച്ചങ്ങൾ തരുന്ന അനവധി ശ്ലോകങ്ങളുള്ളൊരു ഗ്രന്ഥമാണ്. ജാതക പരിശോധന ഈ ഒരു ഗ്രന്ഥം മസ്റ്റുമാണ്. മേടിച്ച് കൈ വെച്ചുകൊള്ളുക. മുന്നോട്ട് പോകുമ്പം അത് ഉപകാരപ്പെടുകയും ചെയ്യും. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും അവൈലബിൾ ആണ്. വിത്ത് സംസ്കൃത ശ്ലോകം അവൈലബിളുമാണ്. അപ്പം അത് വാങ്ങിച്ചു വെച്ചോളൂ. അപ്പോൾ 3-ാം ഭാവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് 4-ാം ഭാവത്തിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.